ലക്ഷ്യം പറയാതെ മാർഗം പറഞ്ഞാൽ എന്താ കുഴപ്പം? അല്ലെ? യേശുക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം അറിയിക്കാതെ അതിലേക്കുള്ള മാർഗമായി യേശുവിനെ മാത്രം പറഞ്ഞാൽ എന്താണ് കുഴപ്പം? തിരിച്ചു വേറെ ചോദിക്കട്ടെ, നിങ്ങളുടെ മകളോട് കല്യാണം കഴിക്കണം എന്ന് പറയാതെ എൻഗേജ്മെന്റ് കഴിക്കാൻ പറഞ്ഞാൽ എന്താണ് കുഴപ്പം? അവളോട് കല്യാണത്തെ കുറിച്ച് പറയുന്നതേ ഇല്ല. അവൾക്ക് കല്യാണം എന്ന് പറഞ്ഞ കാര്യം അറിയത്തോലും. അവളോട് കല്യാണം കഴിയണമെന്ന് പറഞ്ഞില്ല, എൻഗേജ്മെന്റ് കഴിയും എന്ന് പറയുന്നത് പോലെയാണ്. ലക്ഷ്യം പറയാതെ ദൈവരാജ്യ സുവിശേഷം യേശു 3.5 വർഷം പ്രസംഗിച്ചത് പറയാതെ അതിലേക്കുള്ള ഏക വഴിയായ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായതിനെ മാത്രം പറയും. ലക്ഷ്യം പറയാതെ മാർഗം പറയുമ്പോൾ ഈ ജനം യേശുവിനെ സ്വീകരിച്ചിട്ട് ഏത് ലക്ഷ്യത്തിലേക്കാ പോണേ? സ്വർഗരാജ്യത്തിലേക്കോ ലോകം നേടാനോ? അവർ ലോകം നേടാനല്ലേ പോവുള്ളൂ. അതിന്റെ കുറ്റം മുഴുവൻ ആർക്കിരിക്കും? ദൈവദാസനിരിക്കും. കാരണം ലക്ഷ്യം പറയാതെ മാർഗം പറഞ്ഞു. കാരണം ഓൾറെഡി വേറൊരു ലക്ഷ്യം ജനത്തിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, ലോകത്തിൽ വലിയവനാകുക, ലോകം നേടുക. എന്നാൽ യേശുക്രിസ്തുവിന്റെ മെത്തേഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശുക്രിസ്തു പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ലോകം മുഴുവൻ നേടിയാല് എന്റെ മക്കളെ നിങ്ങളുടെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഇങ്ങനെ ചോദിച്ച യേശുവിന്റെ ശിഷ്യൻ അതുപോലെ പറയാതെ ദൈവരാജ്യ ദർശനം വെക്കാതെ ഇവരുടെ പഴയ ലോക ദർശനത്തിൽ മാർഗം കൊടുക്കുകയാണ്. നമ്മൾ കാണിക്കുന്ന മണ്ടത്തരം. യേശുവിന്റെ മെത്തേഡ് ഫോളോ ചെയ്യും, അപ്പോസ്തലന്മാരുടെ മെത്തേഡ് ഫോളോ ചെയ്യും.